രാഗേന്ദ്രം വെങ്കടരാമ രാഗാമൃതം വെങ്കടരാമ രാഗാമൃതം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അതോടൊപ്പം ഇന്നിവിടെ നമ്മളൊരു ചർച്ചയ്ക്ക് വഴിവെക്കുകയാണ്. ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നമുക്കൊരു പരിമിതികളുണ്ട്. ഇതിന് സംസാരിക്കുന്നതിനും പറയുന്നതിനുമൊക്കെ കുറച്ച് പരിമിതികളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇതിന് കാരണക്കാരനായിട്ടുള്ള ശ്രീ കെ എ അനീഷ് സാർ, അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ട് കണ്ടെത്തിയ കുറച്ച് രാഗങ്ങൾ, അതാദ്യമായിട്ട് കണ്ടെത്തിയത് കുറച്ച് ജന്യരാഗങ്ങളായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു അധ്യാപികയാണ്, സംഗീതം പഠിച്ച ആളാണ്. എൻ്റെ ഗുരുവാണ് സത്യനേശ്വർ സാറും. ഞാനും RLV കോളേജിൽ ഗാനഭൂഷണം കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പം ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത് വെച്ച് നോക്കുമ്പം ഞങ്ങളൊക്കെ ചെയ്യാത്ത ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ അതിന് സപ്പോർട്ട് ചെയ്തു. അതാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം ജന്യരാഗങ്ങൾ കണ്ടെത്തി, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു, അതിൽ പുതിയ കൃതികൾ ചെയ്തു. ഇപ്പോൾ വർണ്ണങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അത് ഞാനാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിത് പുതിയൊരു കാര്യം കണ്ടെത്തുമ്പോൾ അത് പഠിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നമ്മൾ ചെയ്യാത്ത ഒരു കാര്യത്തെ നമുക്ക് കാണാൻ പറ്റുമ്പോൾ അതെങ്ങനെ പാടാൻ സാധിക്കും. അപ്പോൾ അത് ഒരു എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. അതോടൊപ്പം ഇപ്പോൾ നിലവിലുള്ള 72 മേളകർത്താ പദ്ധതി, അത് വെച്ചാണ് നമ്മുടെ ഇപ്പോഴത്തെ കർണാടക സംഗീതം നിലനിൽക്കുന്നത് എന്ന് തന്നെ പറയാം. 72 മേളകർത്താ പദ്ധതി. ഇത് കൂടാതെ അദ്ദേഹം കണ്ടെത്തിയത് 36 മേളകർത്താരാഗങ്ങൾ, അതിൻ്റെ ജന്യരാഗങ്ങളും, പിന്നെ പുതുതായിട്ട് 33 ജന്യരാഗങ്ങൾ നേരത്തെ ആവിഷ്കരിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് എന്താ പറയുക, ഒരു 1028 പരം പുതിയ രാഗങ്ങൾ, ജന്യരാഗങ്ങൾ. പുതിയ മേളകർത്താരാഗത്തിന്റെ ജന്യരാഗങ്ങൾ വേറെയുണ്ട്. അതുകൂടാതെ സ്വന്തമായി കണ്ടെത്തിയത് ശരിക്കും 1028 രാഗങ്ങളാണ്. അപ്പോൾ ഈ രാഗങ്ങളെ വെച്ച് ഇപ്പോൾ സാറ് കൃതികൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം ഈ 36 മേളരാഗങ്ങൾ കണ്ടെത്തിയെന്നുള്ളതാണ്. ആ രാഗങ്ങൾ കണ്ടെത്തിയ സമയത്ത് നമ്മളത് കണ്ടെത്തി അദ്ദേഹം അത് പുറം ലോകത്തെ അറിയിച്ച സമയത്ത് സ്വാഗതം പറഞ്ഞ സാർ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്കും, എന്താ പറയുക, സംഗീതജ്ഞരാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ആൾക്കാർ ഇതിനെ ഒരുപാട് തള്ളി പറയുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കിതൊരു പുതിയ അറിവ് തന്നെയായിരുന്നു. എനിക്ക് അതൊരു പുതിയ അറിവ് തന്നെയാണ്. ഞാൻ ചിന്തിക്കാത്ത ഒരു കാര്യം തന്നെയാണ് സാറ് കണ്ടെത്തിയത്. ഞാൻ ഗാനപ്രവീണ കഴിഞ്ഞ ആളാണ്, പക്ഷെ ഞാൻ അങ്ങനെ ഒരു സ്വരസ്ഥാനം അതിനിടയ്ക്കുണ്ടെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ സാർ അങ്ങനെ ഒരു രാഗം കണ്ടെത്തിയപ്പോൾ, പുതിയൊരു മേളകർത്ത രാഗം കണ്ടെത്തിയപ്പോൾ ഞാനും സംസാരിച്ചിരുന്നു, അതെന്താണ് അങ്ങനെ ഒരു സംഭവം. അപ്പം എനിക്കത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നപ്പോഴാണ് ഓക്കെ, ഇങ്ങനെ ഒരു സാഹചര്യം അതിനിടയ്ക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു സ്വരസ്ഥാനം കൂടി കണ്ടെത്താൻ നമുക്ക് പറ്റുമായിരുന്നു. അപ്പം എന്തുകൊണ്ട് നമ്മളത് ചിന്തിച്ചില്ല എന്നുള്ളത് ഞാനും ആലോചിച്ചു ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു 72 മേളകർത്താ പദ്ധതി കൂടാതെ ഈ 36 രാഗങ്ങളുടെ ഒരു മേളകർത്താ പദ്ധതി തയ്യാറാക്കിയതിനെ കുറിച്ചാണ് നമ്മുടെ ഒരു സംവാദം. ഇപ്പോൾ നമ്മൾ രാഗസംവാദം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് തന്നെയാണ്. അപ്പൊ ഏറ്റവും ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സത്യനേഷ് സാറിന്, അനീഷ് സാറിനെ എത്ര വർഷമായിട്ട് അറിയാം? സാറിന്റെ ഒരു പരിചയം ആദ്യം ഒന്ന് പുതുക്കാമോ? നമസ്കാരം. എല്ലാവർക്കും ഓണം ആശംസിക്കുന്നു. ഞാൻ അനീഷയുടെ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ, വേദികളിൽ മത്സരം നടക്കുമ്പോൾ ജഡ്ജായിട്ട് ചെല്ലും. അങ്ങനെയാണ് അനീഷിനെ ആദ്യം പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ടു കഴിഞ്ഞു.
ഇവിടെ കോട്ടയത്തുള്ള ഒരു സ്ഥാപനമുണ്ട്, കലാക്ഷേത്രം എന്ന് പറഞ്ഞ സംഗീതം പഠിപ്പിക്കുന്ന സ്ഥാപനമുണ്ട്. അങ്ങനെ പരിചയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് എൻ്റെ കൂടെ പഠിക്കാൻ തുടങ്ങി. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കുറേ കാര്യങ്ങൾ അന്നേരം പുള്ളി പാട്ട് ട്യൂൺ ചെയ്യുന്നതില്ല, പുള്ളി പാടുന്നതിനെക്കാട്ടും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കുറേ പാട്ടുകളൊക്കെ ചെയ്തു, എല്ലാം കേൾക്കും. അത് കഴിഞ്ഞാണ് കോളേജ് ചേരുന്നത്. കോളേജ് ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ കാര്യങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പം എൻ്റെ സഹപ്രവർത്തകനായ സുബ്രഹ്മണ്യം സാറും ഞാനും ഭയങ്കരമായി കൂട്ടുകാരാണ്. അപ്പം സാർ ഇതെല്ലാം കൊണ്ടുവന്ന് എന്നെ കേൾപ്പിക്കുന്ന പോലെ ആ സാറിനെ കേൾപ്പിക്കും. സാറിപ്പം നമ്മളിൽ നിന്ന് വിട്ടുപോയി. അപ്പം എല്ലാം കേട്ടിട്ട് വളരെ നന്നായിരിക്കുന്നു അനീഷേ, ഇത് തുടർന്നോളൂ എന്ന് പറയും. അത് ഞങ്ങൾ രണ്ടുപേരും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ അപ്പം ഇങ്ങനെ ഈ പുതിയ പുള്ളി ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു എന്താണ് ഒരു പരീക്ഷണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മൈൻഡാണ് പുള്ളിയുടെ. ആ രീതിയിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചിന്തിച്ചു, ഓരോ കാര്യങ്ങൾ വന്ന് ചോദിക്കും, സാർ അതിങ്ങനെയല്ലേ, നമുക്കത് ശരിയായിട്ട് തോന്നുകയാണെങ്കിൽ അങ്ങനെയാണെന്ന് പറയും. മിക്കപ്പോഴും എല്ലാം ഒന്നും തെറ്റായിട്ടൊന്നും പറയാറില്ല. ഓരോ കാര്യങ്ങൾ വരും വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൊച്ചറിവ് വെച്ച് അത് ശരിയായിട്ട് തോന്നും, പിന്നെ അത് തുടർന്നോളാൻ പറയും. അങ്ങനെ എല്ലാ കാര്യങ്ങളും വന്ന് ഈ അവസ്ഥ വരെ എത്തി. അതാണ് എൻ്റെ ഒരു വളരെ ചുരുക്കമായിട്ട് പറയാനുള്ള കാര്യം. പിന്നെ ഇതിനകത്തുള്ള ഈ കൃതികൾക്കകത്തുള്ള വ്യാപ്തിയോ അല്ലെങ്കിൽ അത് എന്താണ് എന്നുള്ളതും അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേയൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലാതെ പാടാൻ ശ്രമിക്കാനോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതിപ്പോൾ ഓരോരുത്തരുടെ ഇതാണ്, അതിനുള്ള സമയവും ഇല്ല നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ പിള്ളേരുടെ കൂടെ സഹപാഠിയായ ഒരു വ്യക്തിയും പിന്നെ ഇവരൊക്കെ ഈ സരിത ഉൾപ്പെടെ കുറേ കുട്ടികൾ അവരത് പഠിപ്പിച്ചു, അവരതിൻ്റെ അവതരണം നടത്തി അവതരിപ്പിച്ചു. പിന്നെ ഒരു സഹപാഠിയായിരുന്ന എന്നാ പിള്ളേർ അപ്പം അതിൻ്റെ പേരിന് വിജീഷ് വേണെന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ട്, എൻ്റെ സ്റ്റുഡൻറ്റ് തന്നെയാണ്. പുള്ളിയെ കൊണ്ടത് കുറേ കീർത്തനങ്ങളൊക്കെ പാടിപ്പിച്ച് നന്നായി പാടിയിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ച് ക്ലാസിക്കൽ പാടുന്നതിനെക്കാട്ടും ലൈറ്റ് മ്യൂസിക് പാടുന്നതിലാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. പക്ഷേ ഈ കൃതികളൊക്കെ ചെയ്ത് ചിട്ടപ്പോൾ നൊട്ടേഷൻ ഉൾപ്പെടെ കൃതി ഉണ്ടാക്കി അതെല്ലാം വിജീഷിനെ കൊണ്ട് പാടിപ്പിച്ചു, അതെല്ലാം കേൾപ്പിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഈ തരത്തിൽ എത്തിയത്. അപ്പം പിന്നെ ഇവിടുത്തെ വലിയ കുറേ സംഗീതജ്ഞർ ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതിനെന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ഞങ്ങൾ അധ്യാപകരായ വല്ലതും തോന്നിട്ട് നമ്മുടെ കൊച്ചറിവ് വെച്ച് നോക്കിയിട്ട് ഇതിനകത്ത് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഇത് വിശദമായിട്ട് പറഞ്ഞാൽ ഇപ്പം ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ മ്യൂസിക്കിൻ്റെ ഒരു കാര്യവും അതാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എല്ലാം തീർച്ചയായിട്ടും ഒന്നും പറയാനില്ല. എല്ലാം അങ്ങനെ ആയിരിക്കാം, അങ്ങനെ ആയിട്ടുണ്ട്, അല്ലാതെ ഒന്നിനും ഒരു ഡെഫിനറ്റായിട്ട് ഒരു കാര്യമില്ല, ഒരു തിയറിയില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പാടുന്നു, ഒരു രാഗം എടുക്കുന്നു മോഹനം, അതിൻ്റെ ഇന്ന സ്വരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇന്ന കിട്ടും. അതിപ്പോഴത്തേക്ക് ഞാൻ പാടുന്നതും അനീഷ് പാടുന്നതും ശശികുമാർ സാർ പാടുന്നതും ഒക്കെ വ്യത്യസ്തമായ അങ്ങനെ അവരുടെ മനസ്സംബന്ധിച്ചായിട്ട് പോണത്. പിന്നെ ഇത് തെറ്റാന്ന് പറയാനുള്ള അധികാരം ആർക്കുമില്ല, ഒരു മനുഷ്യനും ഇല്ല. എന്നുവെച്ചാൽ ഉണ്ടാക്കി വച്ചിരുന്നവർ അതിങ്ങനെ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ പിന്തുടർന്ന് പോകണം, അല്ലാതെ അതിനകത്ത് പുതിയതൊന്നും കണ്ടുപിടിക്കാനോ. അപ്പം അങ്ങനെ പുതിയതൊന്നും കണ്ടുപിടിക്കാനുള്ള ഒരു സംഭവം അനീഷിൻ്റെ ബുദ്ധിയിൽ ഉദിച്ചു. അവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. സാറ് പറഞ്ഞതിൽ ഇപ്പോൾ ക്ഷമിക്കണം, ഞാൻ സാറിനെ ഒന്നും കൂടി ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേക്കും പരിചയപ്പെടുത്തൽ അങ്ങ് വിട്ടുപോയി. സാറിനെ ഒന്നും കൂടെ ഞാൻ പരിചയപ്പെടുത്താം. ശ്രീ കുമ്മനം KR സത്യനേശൻ എന്നാണ് സാറിൻ്റെ പേര്. സാറ് റിട്ടയേർഡ് ആയിട്ടുള്ള ഒരു സംഗീത അധ്യാപകനാണ്. RLV കോളേജ് ഓഫ് മ്യൂസിക്കിൽ നിന്നാണ് സാറ് റിട്ടയർ ചെയ്തിരിക്കുന്നത്. 92 ഞാൻ പഠിക്കുന്ന സമയത്തും സാർ അവിടെ ഉണ്ട്. സാർ അവിടുത്തെ അധ്യാപകനാണ് അപ്പോഴും. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് മുതലുള്ള ഒരു പരിചയമാണ് സാറിനോട് ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്. സാറ് നമ്മൾ പഠിച്ചിരുന്ന സമയത്തൊന്നും ഈ 72 മേളകർത്താ രാഗം എന്നുള്ള ആ ഒരു പദ്ധതി അല്ലാതെ മറ്റൊരു മേളകർത്താ രാഗത്തെക്കുറിച്ച് കേട്ടിട്ടില്ല. ആരും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് എൻ്റെ ഓർമ്മയിലില്ല. സാറ് കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പുതിയ രാഗങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു എന്ന്? നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് 120 മേളകർത്ത പദ്ധതിയായിട്ട് നവമേള ചക്രം
എന്നൊരു ചക്രത്തെക്കുറിച്ചാണ് അവർ നമ്മൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു സംഭവം. അതാണ് സാറ് കേട്ടിട്ടുണ്ടോ നേരത്തെ അങ്ങനെ ഒരു ദത്താത്രേയനെ കുറിച്ചും? ഒരിക്കലും ഇല്ല. എന്നുവെച്ചാൽ ഞാനും ആർലി കോളേജിൽ തന്നെ പഠിച്ചതാണ്, അവിടെ തന്നെ ജോലി കിട്ടി. അപ്പം സാർ ഏത് വർഷമാണ് അവിടെ ജോയിൻ ചെയ്തത്? 1973 ഞാൻ പഠിക്കാൻ ചേർന്നു. 73 ഓക്കെ. 73 പഠിക്കാൻ ചേർന്നു. 84 മ്യൂസിക് കോളേജിൽ ജോലി കിട്ടി. അത് കഴിഞ്ഞിട്ട് ഈ സംഗീത സംബന്ധമായിട്ട് ഒരു രീതിയിലും അവിടെ പല പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അന്നൊന്നും ഈ പറഞ്ഞ 120 മേളത്തെ പറ്റി ആരും പറഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അങ്ങനെ ഒരു സംഭവമേ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല എൻ്റെ അറിവിൽ. അടുത്തത് ശ്രീ കുമ്മനം ശശികുമാർ സാറാണ്. സാർ ശ്രീശങ്കര യൂണിവേഴ്സിറ്റി ട്രെയിനിങ് സെൻറ്ററിലെ മ്യൂസിക് അധ്യാപകനായിരുന്നു. സാറിന് ഒരു 34 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ സാറിനെ നമ്മൾ ഒന്നും കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് സാറിനോടും കൂടി ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. സാറ് കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു നവമേള ചക്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ദത്താത്രേയൻ എന്ന് പറഞ്ഞ ആളിൻ്റെ ഒരു ബുക്കിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വരസ്ഥാനം നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് സാറിൻ്റെ അറിവിൽ എന്തെങ്കിലും സാറ് കേട്ടിട്ടുണ്ടോ? എൻ്റെ അറിവിൽ പെട്ട കാര്യങ്ങൾ മാത്രം എനിക്ക് നിങ്ങളുടെ ഒരു സദസ്സിൻ്റെ മുൻപിൽ പറയാനായിട്ട് സാധ്യമാകും. ഞാൻ പഠിക്കാത്ത കാര്യങ്ങളൊക്കെ കുറിച്ചൊന്നും വിശദീകരിക്കാൻ എനിക്ക് സാധ്യമല്ല. കാരണം ലോകത്ത് സംഗീതത്തിൽ മാത്രമല്ല ഒരുപാട് മേഖലകളിൽ എത്രയോ കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത്രയും കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടും സംഗീതത്തിൽ നമ്മൾ കേട്ടതും കേട്ടുകൊണ്ടിരിക്കുന്നതും ആയിട്ടുള്ള പരിവർത്തനങ്ങളാണ് നമ്മളെ കണ്ടുപിടുത്തങ്ങളായിട്ട് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഈ 72 മേളകർത്താ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ നിലവിലത്തെ ഒരവസ്ഥ പറയാം. നിലവിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു അധ്യാപകൻ ഒരു കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് സാറ് നന്നായിട്ട് സംഗീതം പഠിപ്പിക്കാം എന്ന് പറഞ്ഞു സാറിനെ വിളിച്ചു. സാറിനെ വിളിച്ചപ്പം എവിടെയാണ് തുടങ്ങുന്നത്? എല്ലാ ഗുരുക്കന്മാരും മായാമാളവകയുള്ള രാഗത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ കുട്ടി ചോദിച്ചു, സാറേ എനിക്ക് ഈ മായാമാളകളല്ലാതെ എനിക്ക് കനകാംഗിയിൽ ഒന്ന് പഠിക്കണം. ഉടനെ സാറ് പറഞ്ഞു, കുട്ടി ഇത് ഒരു ചിട്ടയാണ്. 72 മേളകർത്താ പദ്ധതിയിലെ 15ാമത്തെ രാഗമാണ് മായാമാളഗോള. ആ മായാമാളഗോളയിലാണ് എല്ലാ കുട്ടികളും പഠിക്കുന്നത്. പറ്റുകയല്ല സാറേ, എനിക്ക് കനകാംഗി തന്നെ പഠിക്കണം എന്ന് കുട്ടി വാശി പിടിച്ചാൽ സാറ് കനകാംഗി പഠിച്ചാൽ പറ്റുള്ളൂ. കനകാംഗി സാറിന് അറിയാമെന്നല്ലെങ്കിൽ എന്താ പറയുന്നത്? ഒരു കാര്യം ചെയ്യും, എന്നാൽ നമുക്ക് 2 ആഴ്ച കഴിഞ്ഞ് ക്ലാസ് എടുക്കാം എന്ന് പറയും. 2 ആഴ്ച കഴിഞ്ഞ് ക്ലാസ് എടുക്കാം. 2 ആഴ്ചക്കുള്ളിൽ സാറ് കനകാംഗി ഒന്ന് പഠിച്ചേച്ചു വരും. പഠിക്കാൻ ശ്രമിക്കും. അപ്പോഴും ശരിയായില്ല, അറ്റപ്പറ്റി ഒപ്പിച്ച് ചെന്ന് കഴിഞ്ഞാൽ എന്നാൽ ശരി സാറേ, ഇനി കനകാംഗി പറ്റിയെങ്കിൽ ഗാനമൂർത്തി ആണെങ്കിലും മതി എന്ന് പറയും. ഗാനമൂർത്തി അത് നടന്നില്ലെങ്കിൽ അവസാനം എന്താണ്, ആ ഒരു 100 രൂപ ദക്ഷിണ കൊടുത്തായിരുന്നു. ആ ദക്ഷിണ തിരിച്ചു മേടിച്ചിട്ട് സാർ ആദ്യം കനകാംഗി പഠിച്ചേച്ചു വാ, അപ്പം ഞാൻ ബാക്കി പറയാമെന്ന് പറയും. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണമാണ്. തമാശയായിട്ട് ഞാൻ പറഞ്ഞു, പക്ഷേ നിങ്ങൾ തമാശയായിട്ടാണ് കേട്ടത്. പക്ഷേ ഈ 72 മേളകർത്താ പദ്ധതിയിലെ മായാമാള ഗൗള എന്ന് പറയുന്ന രാഗത്തെ അടിസ്ഥാനപ്പെടുത്തി പാടാവലികൾ ഒക്കെ നമ്മൾ പഠിച്ചു വരുന്നത്. നമ്മൾക്ക് അങ്ങനെ തന്നെ ഞാനും പഠിച്ചതും നിങ്ങളും പഠിക്കുന്നതും നമ്മുടെ തലമുറകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ്. എന്താണെങ്കിലും അനീഷ് ഞാനുമായിട്ട് പരിചയപ്പെട്ടത്, സത്യനേശന് ഗുരുശിഷ്യ ബന്ധമുണ്ട്, പക്ഷെ എനിക്ക് ആ ബന്ധങ്ങളില്ല. ഞങ്ങൾ വളരെ കുറച്ച് നാളുകൾ മുമ്പാണ് യാദൃശ്ചികമായി പരിചയപ്പെട്ടത്. ആ പരിചയം വലിയൊരു പരിചയമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ സംഗീതത്തെ ആഴത്തിൽ അറിയുന്ന ഒരാളെയാണ് ഞാൻ അനീഷിലൂടെ കണ്ടത്. സംഗീതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചേർന്ന ആളാണ്. ഒരുപാട് പേരുണ്ട് സംഗീതപരമായ സുഹൃത്തുക്കളെങ്കിലും ആരും ആഴത്തിലോട്ടൊന്നും ഇറങ്ങിച്ചെല്ലാറില്ല. അപ്പം ആഴത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ
ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിവുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ കഴിവിനെയാണ് തീർച്ചയായിട്ടും ഒരു നല്ല സുഹൃത്തായിട്ട് ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ അറിയുന്ന ഒരാൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉള്ളൂ, അല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ നിലവിലുള്ളൊരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്, 72 മേളകർത്ത പദ്ധതിയുടെ അവസ്ഥ എനിക്കറിയാവുന്നതിനെ കുറിച്ച്. രാഗേന്ദ്രം വെങ്കടരാമ രാഗാമൃതം